സർക്കാരിൻ്റെ പദ്ധതിയിൽ ഇപ്പോൾ സർക്കാർ പദ്ധതിയും രാഷ്ട്രീയ പരിപാടികളും തികച്ചും വ്യത്യസ്തമാണ്. കറക്റ്റ്. അതിൽ സർക്കാരിൻ്റെ ഇപ്പോൾ UDF സർക്കാരാകുമ്പോൾ UDFന് താല്പര്യമുള്ള ആളുകളുടെ ഒരു ആധിക്യം അവിടെ ഉണ്ടാകും. ഇന്നലെ നടന്ന സംഭവത്തിൽ ദുരന്തബാധിതരായ ആളുകളുടെ പെരുമാറ്റം വളരെ ആകർഷണീയമായിരുന്നു. അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ദൃശ്യങ്ങൾ വരെ ഞാൻ കാണുകയുണ്ടായി. അവരുടെ പ്രതികരണം കാണുകയുണ്ടായി. അപ്പോൾ മറ്റ് തലങ്ങളിൽ നിന്ന് വന്നതായിരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നാണ് ഈ പെരുമാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്, അതിനെ മറ്റു രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഭൂമിയിൽ മറ്റൊരു തരത്തിലുള്ള വിഭാഗീയതയും ഇടവരാതെ ഒന്നിച്ചു പോകണം. പിന്നെ രാഷ്ട്രീയ നിലപാട് നമ്മളെല്ലാവരും വസീഫ് പറയും, ഞാൻ പറയും, മറ്റുള്ളവർ പറയും. കോൺഗ്രസ് വീട് നിർമ്മാണം പിന്നെ വൈകി, തറക്കല്ലിടൽ വൈകി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായി എനിക്കെതിരെ അറ്റാക്ക് നടന്നു. എനിക്കെതിരെ ഞാൻ പണം കൊടുത്തില്ല CMDRFലേക്ക് എന്ന് പറഞ്ഞ് 12 ബ്ലോഗർമാർ എനിക്കെതിരെ ആഞ്ഞടിച്ചു. പിന്നെ CPMൻ്റെ വയനാട് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി തന്നെ രംഗത്ത് വന്ന് പല രീതിയിലും അങ്ങനെ പലരും സംസാരിച്ചു. ഞാൻ അവസാനം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വരെ ഞാൻ ഹാജരാക്കേണ്ടി വന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രചരണം അങ്ങോട്ടും രാഷ്ട്രീയം അങ്ങോട്ടും പറയും. പക്ഷേ ഞാൻ പറഞ്ഞത് ആ ഭൂമി നമ്മൾ എല്ലാവരും ചേർന്ന് നിന്ന് ഒരുമിച്ച് പോകേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇന്നലെ നടന്ന പോസിറ്റീവായിട്ടുള്ള 178 വീട് കൊടുത്തതിനെ പോസിറ്റീവായിട്ട് നമ്മളെല്ലാവരും ചേർന്ന്, ഞാനും 3 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് രാത്രി അവിടെ പോയി. അപ്പോൾ പന്തലിടൽ കർമ്മങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുവരെ പോയി നോക്കി പിന്നെ കാര്യങ്ങൾ സംസാരിച്ചൊക്കെയാണ് പോകുന്നത്. സ്പെഷ്യൽ ഓഫീസർ അരുണിനോട് സംസാരിക്കുന്നുണ്ട്, എല്ലാം വൃത്തിയിൽ പോകുന്നുണ്ടല്ലോ എന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇടപെട്ട് നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടണം. പൊതു സമൂഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ഇത്തരം സ്ഥലത്തുള്ള മെസ്സേജ് അത് തൃപ്തികരമായ രീതിയിൽ മാറണം എന്നുള്ളത് മാത്രം.